സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ റഷ്യ മധ്യേഷ്യൻ ഉച്ചകോടിയെ ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ചൈനയും യൂറോപ്പുമെല്ലാം ഉറ്റുനോക്കുകയാണ്. അതിന് ചില കാരണങ്ങളുമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സ്വാധീനം ക്ഷയിച്ചുവെന്നും അത് മുതലാക്കി മധ്യേഷ്യയിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാനുമാണ് ഈ രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ മധ്യേഷ്യയുടെ ഹൃദയം ഇപ്പോഴും റഷ്യയോട് ചേർന്ന് തന്നെ നിൽക്കുകയാണോ? അതോ ചൈന ഉൾപ്പെടെ സ്വപ്നം കാണുന്നത് പോലെ റഷ്യയെ മറികടന്ന് അത്ര എളുപ്പമാണോ മധ്യേഷ്യയിലേക്കുള്ള കടന്നുകയറ്റം? ഒരു നൂറ്റാണ്ടിലേറെയായി റഷ്യയുമായി സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ പങ്കിടുന്നവരാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്കമിസ്ഥാൻ എന്നീ 5 രാജ്യങ്ങൾക്ക് സുരക്ഷ, വ്യാപാരം, വികസനം എന്നീ മേഖലകളിൽ നിന്ന് ഒരിക്കലും റഷ്യയെ അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഈ രാജ്യങ്ങളിലുണ്ട്. അതുപോലെ റഷ്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ തൊഴിലെടുക്കുന്നത് മധ്യേഷ്യയിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികളാണ്. ഈ സാമ്പത്തിക ആശ്രിതത്വം, സാംസ്കാരിക ബന്ധവും റഷ്യയെ മധ്യേഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാക്കി നിലനിർത്തുന്നു. കസാക്കിസ്ഥാനിൽ റഷ്യ ആണവ നിലയം നിർമ്മിക്കാനൊരുങ്ങുന്നത് ഉൾപ്പെടെ വികസന പദ്ധതികൾ ഈ ബന്ധം അത്രത്തോളം ദൃഢമാണെന്ന് തെളിയിക്കുന്നതാണ്. മധ്യേഷ്യയുടെ പുരോഗതിയിൽ റഷ്യൻ സാങ്കേതിക വിദ്യയ്ക്കും നിക്ഷേപത്തിനും ഇപ്പോഴും നിർണായക സ്ഥാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ ആധിപത്യത്തിൽ ഈ 5 രാജ്യങ്ങൾ തങ്ങളുടെ നയതന്ത്രപരമായ നിലപാടുകൾ മെച്ചപ്പെടുത്താനും വ്യാപാരബന്ധം ശക്തിപ്പെടുത്താനും ഈ ഉച്ചകോടി ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചൈനയും യൂറോപ്പും മധ്യേഷ്യയിലെ വൻ പ്രകൃതി വിഭവങ്ങളിലേക്കും വിപണിയിലേക്കും അതിവേഗം കടന്നുകയറാൻ ശ്രമിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ സുരക്ഷാ ആവശ്യങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും കാരണം റഷ്യയെ ഈ രാജ്യങ്ങൾക്ക് അവഗണിക്കാൻ സാധിക്കില്ല. ചൈനയും യൂറോപ്പും മധ്യേഷ്യൻ രാജ്യങ്ങളിൽ വൻ നിക്ഷേപങ്ങൾ നടത്താൻ തിരക്ക് കൂട്ടുന്നുണ്ടാകാം. എന്നാൽ സുരക്ഷാ മേഖലയിൽ റഷ്യയ്ക്കുള്ള അത്ര സ്വാധീനം മറ്റൊരു ശക്തിക്കുമില്ല. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ അസ്ഥിരമായി തുടരുമ്പോൾ ഈ രാജ്യങ്ങളുടെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കുന്നത് റഷ്യയുടെ സൈനിക സാന്നിധ്യവും കൂട്ടായ സുരക്ഷാ ഉടമ്പടികളുമാണെന്നതും ശ്രദ്ധേയമാണ്. തീവ്രവാദ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിൽ റഷ്യ വഹിക്കുന്ന പങ്ക് മധ്യേഷ്യൻ രാജ്യങ്ങൾ വിസ്മരിക്കില്ല. ചൈന ആയുധങ്ങൾ നൽകുന്നുണ്ടാകാം, യൂറോപ്പ് നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നുമുണ്ടാകാം. പക്ഷേ ഒരു സമ്പൂർണ്ണ സൈനിക രാഷ്ട്രീയ സുരക്ഷാ കവചം നൽകാൻ റഷ്യയ്ക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഇതിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ വർഷത്തെ ഉച്ചകോടിയിൽ താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മോൻ റഷ്യയോട് കൂടുതൽ ബഹുമാനം കാണിക്കണമെന്നാവശ്യപ്പെട്ടത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. റഷ്യൻ സ്വാധീനം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നോ ചൈനയെയോ യൂറോപ്പിനെയോ റഷ്യയ്ക്ക് പകരമായി പ്രതിഷ്ഠിക്കണമെന്നോ അവർ ആഗ്രഹിക്കുന്നില്ലെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. മാത്രമല്ല, റഷ്യയുമായി വിശ്വാസം വളർത്തിയെടുക്കുന്നതിനും വ്യാപാര ബന്ധം വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അവർ ഈ യോഗങ്ങളെ ഉപയോഗിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും മധ്യേഷ്യൻ രാജ്യങ്ങളുടെ വികാരങ്ങളെ റഷ്യ വിലമതിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ മധ്യേഷ്യയുടെ ഭാവി റഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നതാകും ഈ ഉച്ചകോടി. പലസ്തീൻ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി ലോകമെമ്പാടും അമേരിക്കൻ ആധിപത്യം ക്ഷയിക്കുന്ന ഈ കാലഘട്ടത്തിൽ മധ്യേഷ്യയിലെ റഷ്യൻ സ്വാധീനം ഒരിക്കലും അധികാര മത്സരത്തിന്റെ ഭാഗമായി മാത്രം കാണരുത്. അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ ദുഷാൻബെയിൽ നടക്കുന്ന ഈ ഉച്ചകോടി റഷ്യയുടെ സ്വാധീനം കൂടുതൽ ഊട്ടിയുറപ്പിക്കും.